മസ്റ്റ് സ്കോർ 0 ആണെങ്കിൽ നിങ്ങളുടെ ഫെസിലിറ്റിയിലെ റെസിഡന്റ് സേഫ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഹിക്വ ചോദിക്കുന്നതിൽ ഒരു മെയിൻ പാർട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ്. എങ്ങനെയാണ് നിങ്ങളുടെ ഫെസിലിറ്റിയിൽ നിങ്ങൾ സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ചില നഴ്സസ് എങ്കിലും ചിന്തിച്ചിരിക്കുന്നത് മസ്റ്റ് സ്കോർ 2 അല്ലെങ്കിൽ അതിനധികമോ ആയാൽ അത് സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുമെന്നാണ്. എന്നാൽ മസ്റ്റ് സ്കോർ 0 ആയിട്ടുള്ള റെസിഡന്റിനും സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. റെസിഡന്റിന്റെ വെയിറ്റ് 1 മന്തിൽ >5% ലോസ്റ്റ് ആയാൽ, അല്ലെങ്കിൽ >7% 2 to 3 മന്തിൽ ലൂസ് ആയാൽ, ഇനി അതും അല്ലെങ്കിൽ 3 to 6 മന്തിൽ 10% കൂടുതൽ വെയിറ്റ് ലോസ് ഉണ്ടായാൽ, അതെല്ലാം സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതൊരിക്കലും മസ്റ്റ് സ്കോർ 2 or 3 ആവണമെന്ന് നിർബന്ധമില്ല. എപ്പോഴൊക്കെയാണ് ഈ ഒരു വെയിറ്റ് ലോസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? റെസിഡന്റിന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി അതിന്റെ പാർട്ടായിട്ട് ഒരു ഡിറ്റീരിയേഷൻ ഉണ്ടായാൽ വെയിറ്റ് ലോസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് കൂടാതെ മെഡിക്കൽ ഡിറ്റീരിയേഷനോ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായാലോ, തൈറോയ്ഡ് ഒക്കെ ഉള്ള റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് വെയിറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ അവരുടെ ഫുഡ് പ്രിഫറൻസ്, മൗത്ത് അൾസേഴ്സ്, ഡെന്റൽ ഇഷ്യൂസ്, എന്തെങ്കിലും സാളോയിങ് കൺസേൺസ് കാരണം ചില റെസിഡൻസ് ചില സിറ്റുവേഷനിൽ ഫുഡ് ഒരുപാട് ടൈം കീപ്പ് ചെയ്യാറുണ്ട്. അതിനുശേഷം അവർ ടയേർഡായിട്ട് അവർ ഫുഡിൻ്റെയൊക്കെ കുറയ്ക്കാറുണ്ട്. ഇതെല്ലാം വെയിറ്റ് ലോസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വെയിറ്റ് മാനേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, എന്തുകൊണ്ടാണ് ഈ ഒരു വെയിറ്റ് ലോസ് വന്നത്. ആ ഫാക്ടർ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് GPക്ക് റിവ്യൂ ചെയ്യാം. എന്തെങ്കിലും തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതോ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ GP ഡെഫിനറ്റ്ലി ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി റെസിഡന്റിനെ റിവ്യൂ ചെയ്ത് അതിൻ്റെ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഫുഡ് ആൻഡ് ഫ്ലൂയിഡ് ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്തുകൊണ്ടാണ് റെസിഡന്റ് ഫുഡ് കഴിക്കാത്തത്. ഫുഡ് പ്രിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കൺസേൺ റെസിഡന്റിന് സോളോയിങ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റിനെ റെഫർ ചെയ്യാവുന്നതാണ്. ഡയറ്റീഷ്യനെ റെഫർ ചെയ്യും. ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് വെയിറ്റ് മോണിറ്ററിങ്. എപ്പോഴാണ് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുന്നത്? സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ് ഉള്ള റെസിഡൻസിന് എവറി 2 week അറ്റ്ലീസ്റ്റ് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്തിരിക്കണം. പക്ഷെ ചില റെസിഡന്റിന് ബേസ്ഡ് ഓൺ കണ്ടീഷൻ നമ്മൾ വീക്ക്ലി വെയിറ്റ് വരെ എടുക്കാറുണ്ട്. നേഴ്സ് എന്ന നിലയിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിൻ്റെ റീസൺ അനുസരിച്ചുള്ള മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, പ്രോപ്പർലി ഡോക്യുമെന്റ് ചെയ്യുക, എസ്കലേറ്റ് ചെയ്യുക. അതിലുള്ള കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ടും കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടും നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.